വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ചോദിച്ച ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ മോഡൽ പേപ്പേഴ്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ പറയുന്നതിൽ ശരിയായ ബന്ധം ഏതാണ്? ശരിയായ ബന്ധം ഏതാണ്? ഓരോ സമരങ്ങൾ തന്നിട്ടുണ്ട്, അത് എവിടെയാണ് നടന്നതെന്ന് ഉള്ള സ്ഥലങ്ങളും തന്നിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ബീഹാറിലാണ് അല്ലേ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? ബീഹാറിലാണ്. ഇനി കേദാ സത്യാഗ്രഹം മഹാരാഷ്ട്ര എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിലാണോ കേദാ സത്യാഗ്രഹം നടന്നത്? എവിടെയാണ്? ഗുജറാത്തിലാണ്. കേദാ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് കേദാ സത്യാഗ്രഹം നടക്കുന്നത്. അഹമ്മദാബാദ് മിൽ സമരം നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലേ? അഹമ്മദാബാദ് മിൽ സമരം നടന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ നമുക്ക് ശരിയായ ഏതാണ്? 1, 3 നമുക്ക് ശരിയായിട്ടുള്ളത്. കേദാ സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലാണ്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുമായി തെറ്റായത് നമുക്ക് നോക്കണം. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ തെറ്റാണ് അല്ലേ? തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാനാണ് അല്ലേ? ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. ശരിയാണല്ലോ. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തുന്നത്. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ ക്ലച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ ക്ലച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്ന് പറയുന്നതും ശരിയായ ആൻസറാണ്. അപ്പോൾ നമുക്ക് തെറ്റ് 1 മാത്രമാണ് തെറ്റ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ ക്ലച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. നെക്സ്റ്റ്, ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളും താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായ ബന്ധം ഏതാണ്? അപ്പോൾ പത്രങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. പത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. കേസരി ബാലഗംഗാധർ തിലകിൻ്റെയാണ്. ശരിയാണല്ലോ. കേസരി എന്ന് പറയുന്ന പത്രം ഏതാണ്? ആരുടേതാണ്? ബാലഗംഗാധർ തിലകിൻ്റെയാണ്. ഇനി യങ് ഇന്ത്യ എന്ന് പറയുന്നത് ആനി ബസന്റിൻ്റെയാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. യങ് ഇന്ത്യ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ് അല്ലേ? യങ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടേതാണ്? ഗാന്ധിയുടേതാണ്. മഹാത്മാഗാന്ധി അല്ലേ? മഹാത്മാഗാന്ധിയുടേതാണ് യങ് ഇന്ത്യ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടേതാണ്. ഓക്കെ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ്? 1, 3 നമുക്ക് ശരിയായത്. ഓക്കെ. അപ്പോൾ പഠിച്ചു വയ്ക്കുക. കേസരി എന്ന് പറയുന്നത് ബാലഗംഗാധർ തിലകിൻ്റെയാണ്. യങ് ഇന്ത്യ ഗാന്ധിജിയുടേതാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് നോക്കാം. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ആരാണ്? ലൂയി 15 അല്ലേ? ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. നമുക്കറിയാം CRT ചാപ്റ്ററിലെ ഫസ്റ്റത്തെ ഏതൊരു ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ എടുത്ത് പറയുന്ന 3 കോട്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. വിപ്ലവം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ചൈനീസ് വിപ്ലവം, അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം, അങ്ങനെ കുറേ വിപ്ലവങ്ങൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ? 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നതാണ് അല്ലേ ഈ ഒരു ഭാഗം. കറക്റ്റ് എടുത്ത് പറയുന്നതാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15 ഓക്കെ. ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ആരാണ്? ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15 ഇനി സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറയുന്നത് വോൾട്ടയർ ആണെന്നാണ് നമുക്ക് തന്നിരിക്കേണ്ടത്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറയുന്നത് ആരാണ്? റൂസോയാണല്ലേ പറഞ്ഞത്. റൂസോയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞ ആരാണ്? റൂസോയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15 ഞാനാണ് രാഷ്ട്രം ലൂയി 14 സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് റൂസോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? അപ്പോൾ 2023 ചോദിച്ചിരിക്കുന്നത് അല്ലേ? ചൈനയിൽ വെച്ചായിരുന്നു കേട്ടോ 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത്.
ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഏത് ധാതുവാണ് കൂടുതലായിട്ട് ചവറ കരിമണൽ നിക്ഷേപത്തിൽ കാണപ്പെടുന്നത്? ഇൽമനേറ്റ് ആണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ വിശ്വം സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? സെപ്റ്റംബർ മാസത്തിലാണ്. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ബ്രഹ്മകമലം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ്? ബ്രഹ്മകമലം എന്ന് പറയുന്നത്? ഉത്തരാഖണ്ഡിനെയാണ് ദേശീയ പുഷ്പം. ഏതാണ്? ബ്രഹ്മകമലം. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡേഷാണ്. എന്താണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്? ആകാശപാതയാണോ, ജലപാതയാണോ, റെയിൽപാതയാണോ? എന്താണ് വരുന്നത്? ഹൈവേ ആണ് അല്ലേ? ഹൈവേ ആണ്. സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് ഹൈവേ ആണ്. സുവർണ ചതുഷ്കോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശിലാണ് അല്ലേ? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശിലാണ്. നെക്സ്റ്റ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഏതായിരുന്നു? PSLV ആണ് അല്ലേ? PSLV ആണ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. ശരിയാണല്ലോ. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ആരംഭിക്കുന്ന 1951 മുതൽ 56 വരെയാണ് അല്ലേ? ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത് തെറ്റാണ്ടോ. ഇതാണ് തെറ്റ് വരുന്നത്. ഇനി സ്വാശ്രയത്വം എന്ന് പറയുന്ന ഒരു പ്രധാന ലക്ഷ്യമാണ്. സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യത്തിൽ വരുന്നതാണ് അല്ലേ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ 1, 2, 4 ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. നെക്സ്റ്റ്. ഹരിതവിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഹരിതവിപ്ലവവുമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ. അപ്പോൾ ഹരിതവിപ്ലവവുമായി ബന്ധമില്ലാത്തതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാ കാർഷിക വിളകളും ഒന്നുമില്ല അല്ലേ? നമുക്കറിയാം ഗോതമ്പിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്ക് തെറ്റാണ് വരുന്നത് കേട്ടോ. ഇനി ഡോക്ടർ M.S. സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. ശരിയാണല്ലോ. ഹരിതവിപ്ലവത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു ഡോക്ടർ M.S. സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ M.S. സ്വാമിനാഥനാണ്. അത് ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. അപ്പോൾ ഡോക്ടർ M.S. സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു അല്ലേ? ഇത് 3 ശരിയായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ബന്ധമില്ലാത്തതാണ്. ബി ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. ബി ആണ്. നെക്സ്റ്റ്. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഇതാണ്. G20 എന്ന് പറയുന്നത് 2023 അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. G20 എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് വെച്ച് നടന്നത്. ശരിയാണ്. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ശരിയാണല്ലേ? ശരിയായിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു. വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് മുദ്രാവാക്യമായിരുന്നു. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. ഓക്കെ. അപ്പോൾ ന്യൂഡൽഹിയിലാണ് വെച്ച് നടന്നത്. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. അതിൽ നമുക്ക് പറയുന്നത് എല്ലാം ശരിയാണോ? എല്ലാം ശരിയാണെന്ന് പറയുന്നതാണ് ഓപ്ഷൻ. നെക്സ്റ്റ്.
റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? ഇത് കുറേ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ്? റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും പണം കടമാകുന്ന നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും പണം കടം വാങ്ങുന്ന നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ കാനേഷുമാരി തുടങ്ങിയ വർഷം അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷം ഏതാണ്? ഇന്ത്യയിൽ കാനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയത് ഏത് വർഷമാണ്? 1781 ഇന്ത്യയിൽ കാനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങുന്നത് 1781. ചരക്ക് സേവന നികുതി GST എന്ന് വെച്ചാൽ എന്താണ്? ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST എന്ന് വെച്ചാൽ എന്താണ്? പരോക്ഷ നികുതിയാണ് ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിയാണ്. ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ്. നെക്സ്റ്റ്, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ്? 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ എന്ന് പറയുന്നത് റോവിങ്, ചെസ്സ്, ഗോൾഫാണ്. റോവിങ്, ചെസ്സ്, ഗോൾഫിലൊന്നും മെഡൽ നേടിയിട്ടുണ്ടായിരുന്നില്ല, സ്വർണം നേടിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഏത് ഇയർ ആണെന്നുള്ളതും ആ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയില്ലേ? 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ക്വസ്റ്റ്യൻ കാണാറുണ്ടല്ലോ. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥം തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം അല്ലേ? ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതാണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നിർദ്ദേശക തത്വത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുക എന്ന് പറയുന്നതാണ്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. എപ്പോഴും കാണുന്ന ഓപ്ഷൻ ഉണ്ടോ ഈ കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് പറയുന്നത്. മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഒരിക്കലും നമുക്ക് കോടതിയെ സമീപിച്ച് നേടാനാവുന്നതല്ല കേട്ടോ. പഠിച്ചു വയ്ക്കുക. നമുക്ക് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ഇനി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടല്ലോ, മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ എന്ന് പറയുന്നതാണ് ശരിയാണ്. അപ്പോൾ നമുക്കിതിൽ ശരിയായത് ഇതാണ്. 1, 2, 3, 4 ശരിയായിട്ടുള്ളത് അല്ലേ? 1, 3, 4 ശരിയായിട്ടുള്ളത്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതിയെ സമീപിക്കുവാനായിട്ട് പറ്റില്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. നെക്സ്റ്റ്, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ. വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങളുണ്ടാകും. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. ശരിയാണ്. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം.
കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കുന്ന അധികാരമില്ല. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കുവാൻ അധികാരമില്ല എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്, പഠിച്ചു വയ്ക്കുക. വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങളുണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കുവാൻ അധികാരമില്ല. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ ഏത് ഭരണഘടനാ വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചത്? ഏതിനെയായിരുന്നു? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അല്ലേ? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്ടോ? നോക്കി റിപ്പീറ്റഡാണ്, നോക്കാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം കേട്ടോ. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് ഈ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എപ്പോഴും വരുന്ന ഓപ്ഷനിൽ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നില്ല, അത് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി സംസ്ഥാന നിയമസഭ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. രാജ്യസഭ ലോക്സഭ തെരഞ്ഞെടുപ്പ് നടത്തുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ 1, 3, 4 മാത്രമാണ് ശരിയായ ആൻസർ വരുന്നത്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോക്സഭ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭ കൗൺസിൽ തെരഞ്ഞെടുപ്പ്. നെക്സ്റ്റ്, പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? പിംഗലി വെങ്കയ്യ ഏതാണ്? പിംഗലി വെങ്കയ്യ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ദേശീയ പതാക അല്ലെ? ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരാണ്? പിംഗലി വെങ്കയ്യാണ്. നെക്സ്റ്റ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹസാന്ത്വനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരം 166 പറയുന്ന കാര്യനിർവഹണ ഭാഗങ്ങളാണ് അല്ലേ? ഈ കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് നോക്കാം. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്, ശരിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കുവാനും ഉപദേശിക്കുവാനാണ് മന്ത്രിസഭ. മന്ത്രിസഭ എന്ന് പറയുന്നത് എന്താണ്? ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കുവാനാണ് മന്ത്രിസഭ. തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണ്, മന്ത്രിയുടെ ചുമതലയിൽ ഇത് വരുന്നില്ല. ഓക്കെ, ഇനി സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നതും ശരിയാണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ 1, 2 നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന ഏതാണ്? 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ എന്നാ പഠിച്ചിരിക്കുക? ആർട്ടിക്കിൾ 166 പ്രകാരം കാര്യനിർവഹണ ചട്ടങ്ങളിലെ ശരിയായ പ്രസ്താവനകൾ നോക്കാം. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കുവാനും ഉപദേശിക്കുവാനാണ് മന്ത്രിസഭ. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? 7ാമത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് 7ാമത്തേത്? ആരായിരുന്നു? A. ഷാജഹാനാണ് അല്ലേ? ഇപ്പോഴത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, 7ാമത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A. ഷാജഹാൻ. ഇപ്പോഴത്തെ ആരാണെന്ന് കമൻറ്റ് ചെയ്യേ. നെക്സ്റ്റ്, എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഇത് ചോദിക്കാറുണ്ടല്ലോ എപ്പോഴും. ലോക തണ്ണീർത്തട ദിനമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 2-നാണല്ലേ? ഫെബ്രുവരി 2-നാണ്. നെക്സ്റ്റ്,
ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ അഖിലേന്ത്യാ സർവീസുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നുണ്ടല്ലേ? കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്. അതും ശരിയാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് വെച്ചാൽ എന്താണ്? IAS എന്ന് പറയുന്നത് എന്താണ്? ഒരു അഖിലേന്ത്യാ സർവീസാണ്. കേന്ദ്ര ഗവൺമെൻറ് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. തെറ്റാണല്ലോ. അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല അല്ലേ? അല്ല അഖിലേന്ത്യയാണ്. ഓൾ തരത്തിലാണല്ലേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മാത്രം അധികാരമുള്ള ഭരണഘടനാ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ആൻസറാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അഖിലേന്ത്യാ സർവീസുമായി പഠിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ് എന്ന് പറയുന്നത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏതാണ്? 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ് അല്ലേ? കണ്ണൂരാണ്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ്. സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ്. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.